സഞ്ജയൻ പറഞ്ഞു തുടങ്ങാണ്. ഹരേ കൃഷ്ണ. സഞ്ജയൻ പറഞ്ഞു തുടങ്ങാണ് രണ്ടാമത്തെ ശ്ലോകം. എന്താണ്? ഈ പാണ്ഡവ സൈന്യത്തെ നോക്കൂ എന്ന് ആര് പറഞ്ഞു? അവിടെ ദുര്യോധനൻ പറഞ്ഞു അല്ലെ. ദുര്യോധനൻ ആചാര്യന്റെ മുന്നിൽ ചെന്നിട്ട്, ദുര്യോധനന്റെ ആചാര്യൻ ആരാണ്? ദ്രോണാചാര്യരാണ് അല്ലെ. ദ്രോണാചാര്യരുടെ മുന്നിൽ ചെന്നിട്ട് ദുര്യോധനൻ ആ കുരുക്ഷേത്ര യുദ്ധക്കളത്തില് പറയാണ്. ഫസ്റ്റ് ക്യാമറ ആരുടെടുത്തായിരുന്നു? ദുര്യോധനൻ പിന്നെ സഞ്ജയന്റെയും ധൃതരാഷ്ട്രയുടെ അടുത്തായിരുന്നു ഫസ്റ്റ് ശ്ലോക പറയുമ്പോഴേ. പിന്നീട് ക്യാമറ എവിടേക്ക് തിരിഞ്ഞു? ആ ഒരു കുരുക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞു. അപ്പൊ കുരുക്ഷേത്രത്തിലെ ഭാഗമാണ് കാണിക്കുന്നത്. അതിനെ പറഞ്ഞു കൊടുക്കുന്നത് സഞ്ജയൻ ആർക്ക്? ധൃതരാഷ്ട്രക്ക് പറയുകയാണ്. അപ്പൊ കുരുക്ഷേത്രത്തിലെ സംഭാഷണം എന്ന് പറഞ്ഞാല് ദുര്യോധനനും ദ്രോണരും തമ്മിലാണ്. അപ്പോൾ ദുര്യോധനൻ ആചാര്യന്റെ മുന്നിൽ ചെന്നിട്ട്, ദ്രോണരുടെ മുന്നിൽ ചെന്നിട്ട് പറയാണ്, രാജാവേ പാണ്ഡവരുടെ സൈന്യത്തെ കണ്ടോ എന്ന് പറയുന്നു എന്ന് സഞ്ജയൻ ഇവിടെ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ പാണ്ഡവരുടെ സൈന്യത്തെ കുറിച്ച് പറയുമ്പോൾ പാണ്ഡവർക്ക് 7 അക്ഷൗഹിണി പടയാണ് ഉണ്ടായിരുന്നതായിട്ട് പറയുന്നത്. 7 അക്ഷൗഹിണി. ഒരു അക്ഷൗഹിണി എന്ന് പറഞ്ഞാല് 2 ലക്ഷത്തിന് മേലെ സൈന്യം എല്ലാം കൂടി ചേർത്തിട്ട് എന്താ പറയാ, കാലാളും പിന്നെ അശ്വരഥങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള കുതിരയും പിന്നെ ഗജങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പട. അതിനെയാണ് പറയുന്നത് ഒരു അക്ഷൗഹിണി എന്ന് പറയുക. അത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല അതിലേക്ക്. ഡീറ്റെയിൽ ആയിട്ട് വേണം വെച്ചാലും ഞാൻ അടുത്ത ക്ലാസ്സിൽ എൻ്റെ കണക്ക് സഹിതം പറയാം. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ആ കണക്കുകളൊന്നും എടുത്തിട്ടില്ല. ഓക്കെ. അപ്പൊ ഇവിടെ 7 അക്ഷൗഹിണിയാണ് പാണ്ഡവർക്കുള്ളത്. 11 അക്ഷൗഹിണി പടമുണ്ട് കൗരവർക്ക്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ കൗരവർക്ക് തന്നെയാണ് 11 അക്ഷൗഹിണി പട. പക്ഷെ നമ്മൾ ഒന്ന് ആലോചിക്കുക, അവിടെ രാജാവായിട്ടിരിക്കുന്ന ധൃതരാഷ്ട്രരും യുവരാജാവായിട്ടിരിക്കുന്ന ദുര്യോധനനും രാജ്യവും എല്ലാ സൗകര്യങ്ങളും ഉള്ളവർക്ക് 11 അക്ഷൗഹിണി പടയെ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ അവിടെ വനത്തിലൊക്കെ ആയിരുന്നിട്ട് വന്ന ഒരു രാജ്യമേ ഇല്ല, ഒന്നുമേ ഇല്ലാത്തവർ എത്ര എടുത്തു? 7 അക്ഷൗഹിണി പട സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പൊ ഇതിൽ കൂടുതൽ ആർക്കെന്ന് നമുക്ക് പറയാം? മോറലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർക്കാ കൂടുതല്? പാണ്ഡവർക്കാണോ കൗരവർക്കാണോ? കൗരവർക്ക്. എണ്ണത്തിൽ കൂടുതൽ കൗരവർക്ക്. പാണ്ഡവർക്ക് മാതാജി അത്രയും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവർക്കല്ലേ കൂടുതല്. അതെ, അതാണ് പോയിന്റ് പറഞ്ഞു വന്നത്. എന്താന്ന് വെച്ചാല് നമ്മൾ നമ്പർ കമ്പയർ ചെയ്ത് കഴിഞ്ഞാല് 11 കൂടുതൽ അല്ലേ. അപ്പൊ കൗരവർക്കാണ് കൂടുതൽ, 7 കുറവാണ്, പാണ്ഡവർക്ക് കുറവാണ്. ഇനി ഞാൻ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല് കൗരവർക്ക് എല്ലാം ഉണ്ട്, എല്ലാ സാഹചര്യവും ഉണ്ട്. 11 പോയിട്ട് 22 വേണമെങ്കിലും അവർക്ക് ഉണ്ടാക്കാനുള്ള അക്ഷൗഹിണി പടയ്ക്കുള്ള എല്ലാ ആളുകളുണ്ട്, രാജ്യമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പാണ്ഡവര് വനത്തിൽ നിന്ന് വന്നവരാണ്, അവർക്ക് രാജ്യമില്ല അല്ലെ, ആളുകളില്ല, സ്വാധീനമില്ല, ഒന്നുമേ ഇല്ലാത്തവർക്ക് 7 എണ്ണം ഉണ്ടാക്കാൻ പറ്റി. മനസ്സിലായോ? അതാണ് പോയിന്റ്. അപ്പൊ അത്രയും 7 അക്ഷൗഹിണി പട ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അവര് ഒന്നുമേ ഒരു സാഹചര്യമോ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാത്തവര് അല്ലെ. അപ്പൊ എല്ലാ സൗകര്യമുള്ളവർ ഉണ്ടാക്കുന്നതിനേക്കാൾ അപ്പൊ ഇവിടെ കൂടുതൽ ആർക്കാണ്? പാണ്ഡവർക്കാണ്. അപ്പൊ ദുര്യോധനന് തന്നെ അതിശയം വരില്ലേ? കാരണം ബന്ധുക്കളും എല്ലാവരും ആരുടെ സൈഡില? ആചാര്യനും എല്ലാവരും ആരുടെ സൈഡില? കൗരവരുടെ സൈഡിലാണ്. പക്ഷെ അവരുടെ ബന്ധുക്കൾ എന്ന് പറയാൻ ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പാണ്ഡവരില് 2 പേര്, നകുലിന്റെയും സഹദേവന്റെയും അമ്മയുടെ മാദ്രിയുടെ സഹോദരൻ ശല്യർ, സ്വന്തം അമ്മാവൻ പോലും ആരുടെ സൈഡില? കൗരവരുടെ സൈഡിലാണുള്ളത്. എന്നിട്ടും പാണ്ഡവർ എങ്ങനെ 7 അക്ഷൗഹിണി പട ഉണ്ടാക്കിയല്ലേ? അപ്പൊ അതാണ് ദുര്യോധനൻ ഇവിടെ അതിശയത്തോടെ നിൽക്കുന്നത്. ഇങ്ങനെ അതിശയത്തോടെ പറയാണ്, നോക്കൂ ഇത്രയും വലിയൊരു സൈന്യത്തെ ആരുണ്ടാക്കിയിരിക്കുന്നു? പാണ്ഡവർ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്റെ ആചാര്യനോട് പറയാണ്. അടുത്തതിൽ പറയുന്നു, 3-ാമത്തെ ശ്ലോകം പറയുന്നു, തവ ശിഷ്യേണ ധീമത. വളരെ ഇമ്പോർട്ടന്റ് ആണ്. തവ ശിഷ്യേണ, അങ്ങയുടെ ശിഷ്യൻ. ആരുടെ ശിഷ്യൻ? ദ്രോണരുടെ ശിഷ്യൻ. ആര്? ദ്രുപദപുത്രൻ. ആ ദ്രുപദപുത്രൻ എന്ന് പറയുന്നത് ദൃഷ്ടദ്യുമ്നൻ, ദ്രൗപദിയുടെ ബ്രദറാണ് ദൃഷ്ടദ്യുമ്നൻ. ആ ദൃഷ്ടദ്യുമ്നൻ ഒരുക്കി നിർത്തിയിരിക്കുന്ന സൈന്യത്തെ നോക്കൂ എന്നാണ് 3-ാമത്തെ ശ്ലോകത്തില് അദ്ദേഹം പറയുന്നത്, ദുര്യോധനൻ പറയുന്നത്. അതെന്ന് പറഞ്ഞാല് ദ്രോണാചാര്യർക്ക് ഒരു കുത്തു കൊടുത്തുകൊണ്ട് പറയാണ്, ഒരു ഇൻസൾട്ടിങ് അല്ലെങ്കിൽ ഒരു കുത്ത് എന്ന് തന്നെ പറയാം അല്ലെ, ഒരു കുത്തു കൊടുത്തുകൊണ്ട് പറയാണ്, അങ്ങ് പഠിപ്പിച്ച് വിട്ടതല്ലേ, ഇതേണ്ട വന്ന് നിൽക്കുന്നു എതിരിന് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ എനിക്ക് വേറെ വാക്കറിയില്ല കേട്ടോ, കുത്ത് എന്നുള്ള എന്താ പറയാന്നറിയില്ല, അതുകൊണ്ട് ആ വാക്ക്
എനിക്ക് കിട്ടുന്നില്ല. അപ്പം അദ്ദേഹത്തെ ഒന്ന് ഇൻസൾട്ട് ചെയ്ത് അങ്ങനെ എന്തോ ആണ് പറയുന്നത്. എന്തായാലും നിങ്ങൾ ആ ദ്രുപദപുത്രനെ പഠിപ്പിക്കേണ്ടതില്ലായിരുന്നു എന്നാണ് ഇവിടെ ദുര്യോധനൻ ആഗ്രഹിച്ച് പറയുന്നത്. കാരണം ആ ഒരു കഥയാണ്. ദ്രുപദനും ദ്രോണരും കൂടി ഒരുമിച്ച് ഗുരുകുലത്തിൽ പഠിച്ചിരുന്നു. അവർ രണ്ടാളും ഫ്രണ്ട്സ് ആയിരുന്നു. അറിയുന്നവർ ഇവിടെ ഉണ്ടാവും, പക്ഷെ അറിയാത്തവർ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ കേട്ടോട്ടെ കേട്ടോ. അപ്പൊ ദ്രോണാചാര്യരോട്, ദ്രോണർ കുഞ്ഞു ദ്രോണരായിരുന്നു അല്ലെ. അപ്പൊ ആ കുട്ടികളായിരുന്ന ദ്രോണനും ദ്രുപദനും ഫ്രണ്ട്സ് ആയിരുന്ന സമയത്ത് ദ്രോണനോട് ദ്രുപദൻ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്നെല്ലാം വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു. അവസാനം ദ്രോണാചാര്യര് കൃപിയെ വിവാഹം കഴിച്ചു. അശ്വത്ഥാമ എന്ന കുഞ്ഞുണ്ടായി. ആ സമയത്ത് അശ്വത്ഥാമ മറ്റുള്ള കുട്ടികൾ പാല് കുടിക്കുന്നത് കണ്ടപ്പോ എനിക്കും പാല് കുടിക്കണം എന്നുള്ള ആഗ്രഹം അശ്വത്ഥാമാവിനുണ്ടായി. ആ സമയത്ത് അരിമാവ് കലക്കി കൊടുക്കേണ്ടി വന്നു ദ്രോണാചാര്യർക്ക്. കാരണം അന്നത്തെ ബ്രാഹ്മണരെല്ലാം വളരെ ദരിദ്രന്മാരായിരുന്നു. അപ്പോ അവർ ഈ പഠിപ്പിക്കുന്നതും ദക്ഷിണ കിട്ടുന്ന, ചോദിച്ചു വാങ്ങുന്നതല്ല, അന്ന് കിട്ടുന്ന ദക്ഷിണ കൊണ്ട് സംതൃപ്തിപ്പെട്ടവരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്നറിയാത്ത സമയത്ത് കുചേലൻ ഭഗവാന്റെ അടുത്തേക്ക് പോയതുപോലെ ദ്രോണൻ എന്ത് ചെയ്തു, ദ്രുപദന്റെ അടുത്തേക്ക് പോയി. രാജാവാണല്ലോ, അങ്ങനെ ഭിക്ഷ യാചിക്കാൻ പോയി. അതിൽ യാതൊരു തെറ്റുമില്ല. ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് പോയി ഭിക്ഷ യാചിക്കാം, ക്ഷത്രിയൻ കൊടുക്കുക തന്നെ വേണം. പക്ഷെ ഇവിടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു ബേസിൽ ചെന്നത് കൊണ്ടായിരിക്കാം ദ്രുപദൻ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്ഷിപ്പിനെ നിരാകരിച്ചു. അദ്ദേഹം പറഞ്ഞത് തുല്യര് തമ്മിലാണ് ഫ്രണ്ട്ഷിപ്പ് വേണ്ടത്. അല്ലാതെ നിന്നെ പോലെ ഒരു ഒന്നുമില്ലാത്ത ബ്രാഹ്മണനുമായിട്ടല്ല ഒരു രാജാവിന് സഖ്യം വേണ്ടത്, ഒരു സഖാവ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു വിട്ടു. ഒരു പശുവിന് പോലും ദാനം കൊടുത്തില്ല. ഒരു പശുവിന് ദാനം കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടിക്ക് പാല് കൊടുക്കാമായിരുന്നു അല്ലെ. ഒരു പശുവിന് പോലും ദാനം കൊടുക്കാതെ ഇൻസൾട്ട് ചെയ്ത് അയച്ചു. അങ്ങനെ ദ്രോണർ തിരിച്ചു വരും വല്ലാതെ ഇൻസൾട്ടഡ് ആയിട്ട്. പിന്നീട് അദ്ദേഹം ഇവിടെ ഹസ്തിനപുരത്ത് വന്നിട്ട് കൗരവരെയും പാണ്ഡവരെയും ഈ വിദ്യകളെല്ലാം അഭ്യസിപ്പിച്ച ശേഷം അദ്ദേഹം അവിടേക്ക് പറഞ്ഞയക്കും. അങ്ങനെ ദ്രുപദന്റെ രാജ്യത്തേക്ക് പറഞ്ഞയക്കും ആക്രമിക്കാനായിട്ട്. അങ്ങനെ ദ്രുപദനെ ആക്രമിച്ച് ദ്രുപദനെ കെട്ടിക്കൊണ്ടുവന്ന ആചാര്യന്റെ മുന്നിൽ അർജുനൻ ഇടും. അർജുനൻ അങ്ങനെ കെട്ടിക്കൊണ്ടുവന്ന് ഇടുന്ന സമയത്ത് ആ രാജ്യം അപ്പൊ ആരുടേതായി? ദ്രോണരുടേതായി അല്ലെ. രാജാവ് വഴങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് രാജാവിനെ കെട്ടിക്കഴിഞ്ഞാൽ തുറുങ്കിലിട്ടിട്ട് ദ്രോണർക്ക് ഭരിക്കാനാണെങ്കിൽ. പക്ഷേ ദ്രോണാചാര്യര് അത് ചെയ്തില്ല. ദ്രോണാചാര്യർ പറഞ്ഞു, എന്റെ ഭിക്ഷയാണ് നിനക്ക് രാജ്യം എന്ന് പറഞ്ഞ് രാജ്യം തിരിച്ചു കൊടുത്തു. അപ്പോ ദ്രുപദനും വല്ലാത്ത ഇൻസൾട്ടായി അത്. അന്നേരത്തെ അദ്ദേഹം വിചാരിക്കും, എനിക്ക് ഒരു മോനില്ല, അർജുനനെ പോലൊരു മോനുണ്ടായിരുന്നുവെങ്കിൽ ഞാനിത് തോൽക്കില്ലായിരുന്നു എന്ന് വിചാരിക്കും. അപ്പോ അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞു കൊടുക്കും, മോനില്ലെങ്കിലും മരുമോനാക്കാമല്ലോ അർജുനനെ എന്നുള്ളത് പറയും. അപ്പോ മോനില്ല എന്ന് കരുതുമ്പോ യജ്ഞം ചെയ്തിട്ട് ആ യജ്ഞത്തിലാണ് ദൃഷ്ടദ്യുമ്നൻ വരുന്നത്. ആ ദൃഷ്ടദ്യുമ്നൻ യജ്ഞത്തിൽ വരുന്നത് എന്തിനാണ്? ദ്രോണരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ദ്രുപദൻ അങ്ങനെ ഒരു പുത്രനെ യജ്ഞത്തിലൂടെ നേടിയെടുക്കുന്നത്. ആ ദൃഷ്ടദ്യുമ്നൻ വന്നിട്ട് വിദ്യ അഭ്യസിക്കുന്നത് ആയോധന കല, ആയുധമുറകള് എല്ലാം പഠിക്കുന്നത് ആരിൽ നിന്നാണ്? ദ്രോണരിൽ നിന്നാണ്. അപ്പോ ദ്രോണർക്ക് അറിയാം ഇത് ദ്രുപദന്റെ പുത്രനാണ്, ഈ യജ്ഞത്തിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, എന്നെ തോൽപ്പിക്കാനാണെന്ന് ദ്രോണർക്ക് അറിയാം. എങ്കിൽ പോലും ദ്രോണർ അദ്ദേഹത്തിന് വിദ്യ നിഷേധിക്കുന്നില്ല. അവിടെ ബ്രാഹ്മണന്റെ സംസ്കാരം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അതുപോലെ നിർവഹിക്കുന്നു. പഠനം പാഠനമാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. അദ്ദേഹത്തിന്റെ ആ ഒരു സത്വഗുണത്തില് ദൃഷ്ടദ്യുമ്നനെ വിദ്യയെല്ലാം അഭ്യസിപ്പിച്ചു കൊടുക്കും. അപ്പൊ ആ ഒരു ദൃഷ്ടദ്യുമ്നൻ ഇപ്പോൾ പാണ്ഡവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് അതിൽ പിന്നീട് ആ യജ്ഞത്തിൽ തന്നെ രണ്ടാമത് അർജുനനെ മരുമകനാക്കാമല്ലോ എന്നുള്ള ചിന്തയോടുകൂടി പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ദ്രൗപദി എന്ന മകളും ആ യജ്ഞത്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോ ആ രണ്ട് മക്കളാണ് അവിടെ ദ്രുപദനുള്ളത്. അപ്പൊ ദൃഷ്ടദ്യുമ്നൻ ആ പാഞ്ചാലിയുടെ ബ്രദർ അല്ലെ, അദ്ദേഹമാണ് ഇവരുടെ കമാൻഡർ ഇൻ ചീഫ് അല്ലെങ്കിൽ സൈന്യാധിപൻ. ഇവരുടെ അക്ഷൗഹിണി പടകളുടെ എല്ലാം സൈന്യാധിപനായിട്ടുള്ളത് ദൃഷ്ടദ്യുമ്നനാണ്. അതാണ് ഇവിടെ തവശിഷ്യേണ എന്ന വാക്കുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. തവശിഷ്യേണ എന്ന് പറഞ്ഞാല് ദ്രോണരുടെ ശിഷ്യനായ ദൃഷ്ടദ്യുമ്നൻ ഒരുക്കി നിർത്തിയിരിക്കുന്ന സൈന്യത്തെ നോക്കൂ. അപ്പോ ഇവിടെ ആചാര്യനുണ്ട്, ഭീഷ്മരുണ്ട്, എല്ലാവരും ഉണ്ടായിട്ടും നമുക്ക് പറ്റിയത് ഈ ഒരു 11 അക്ഷൗഹിണി പടയെ മാത്രമാണ്. അവർ ഇത്രയും 7 അക്ഷൗഹിണി പടയോളം അവർ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. അതും താങ്കളുടെ ശിഷ്യനാണ്. അങ്ങനെ ശിഷ്യത്വം കൊടുത്തത് കൊണ്ടല്ലേ ഇപ്പൊ വന്ന് നിൽക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ വന്ന് നിൽക്കുമായിരുന്നു എതിരിട്ട് എന്നുള്ളതാണ്. അപ്പോ അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദന്റെ പുത്രൻ ദൃഷ്ടദ്യുമ്നൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ നോക്കൂ എന്നാണ് ഇവിടെ ദുര്യോധനൻ ദ്രോണരോട് പറയുന്നത്. അത് സഞ്ജയൻ
ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇനി ഗീതാധ്യാനം എന്ന് പറഞ്ഞിട്ട് കുറേ ശ്ലോകങ്ങളുണ്ട്. ശങ്കരാചാര്യർ രചിച്ചതാണ്. അതിൽ ഒരു ശ്ലോകം പറയുന്നത്, ഉപമ പറയുന്നത്, ഭീഷ്മദ്രോണ തടാ ജയദ്രഥ ജല ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈ രണനദി കൈവർത്തക കേശവ. അല്ലയോ ഭഗവാനെ, ഭീഷ്മരും ദ്രോണരും രണ്ട് കരകളായി നിന്നുകൊണ്ട്, ജയദ്രഥൻ ജലമായി നിന്നുകൊണ്ട്, ഗാന്ധാരി കരിമ്പാറയായിട്ട് നിന്നുകൊണ്ട്, ശല്യൻ മുതലയായി നിന്നുകൊണ്ട്, ഇനി കൃപാചാര്യര് അദ്ദേഹം ആ വെള്ളത്തിലെ അടിയൊഴുക്കായിക്കൊണ്ട്, കർണൻ അവിടുത്തെ വേലിയേറ്റമായിക്കൊണ്ട്, ഇനി അശ്വത്ഥാമായും വികർണനും ഘോരമായിട്ടുള്ള തിമിംഗലങ്ങളായിക്കൊണ്ട്, അല്ലെങ്കിൽ മകരമത്സ്യങ്ങളായിക്കൊണ്ട്, ദുര്യോധനൻ അവിടുത്തെ ആ വെള്ളത്തിലെ ചുഴി ആയിക്കൊണ്ട് നിൽക്കുമ്പോഴും, ഇത്രയും ദുഷ്കരമായിട്ടുള്ള ഒരു സമുദ്രം അല്ലെങ്കിൽ ഒരു തടാകം നീന്തിക്കടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, മറുകരയിലേക്ക് പോകാൻ അല്ലെ. ഇത്രയും വളരെ എന്താ പറയാ, ബുദ്ധിശാലിയും പിന്നെ ധൈര്യശാലികളുമായിട്ടുള്ള വളരെ വലിയ വീരശൂര പരാക്രമികളായിട്ടുള്ളവരാണ് ഇതെല്ലാമായിട്ട് നിൽക്കുന്നത്. അപ്പോ അവിടെ വിജയിക്കുക എന്ന് പറയുന്നത്, യുദ്ധത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ് പാണ്ഡവർക്ക്. ലാസ്റ്റിലെ പറയുന്നു, സോത്തീർണ ഖലു പാണ്ഡവൈ രണനദി. ഈ രണനദി, ഈ യുദ്ധനദിയെ കടത്തിവിട്ടത് കൈവർത്തകൻ, ആ ഒരു തോണിക്കാരൻ ആരാണ്? അല്ലയോ കേശവ, നീ അല്ലേ ആ പാണ്ഡവരെ കര കടത്തിവിട്ടത്? ആ തോണിയിൽ നീ തോണിക്കാരനായി നിന്നുകൊണ്ട്, കടത്തുകാരനായി നിന്നുകൊണ്ട് നീ അവരെ കടത്തിവിട്ടില്ലേ എന്നിവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകം ഗീതാധ്യാനത്തില് ശ്രീ ശങ്കരാചാര്യര് പറഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ശ്രീ ഗുരുഭ്യോ നമഃ. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജവചനമബ്രവീത്. ഹരേ കൃഷ്ണ. ശ്ലോകം 3. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ച വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കാം മാതാജി, കേൾക്കുന്നില്ലേ? ഹരേ കൃഷ്ണ. തോ പാണ്ഡവാനേകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാവചനമബ്രവീത്. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാവചനമബ്രവീത്. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ച വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.